പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, അങ്ങയുടെ മക്കളായി ഞങ്ങളെ അങ്ങയോടെ സാന്നിധ്യം നൽകിക്കൊണ്ട് ഓരോ നിമിഷവും നയിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരാനും ഇടപെടാനും ഞങ്ങളെ ബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും അങ്ങ് എന്തിനു വേണ്ടി ഞങ്ങളെ നിയോഗിച്ചുവോ ആ ദൗത്യം പൂർത്തിയാക്കാനും വേണ്ട അഭിഷേകം സഹായം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നല്ലോ. അതെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങയുടെ മക്കളിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഒക്കെ ധ്യാനിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളെ കുറിച്ചൊക്കെ ഞങ്ങൾ ധ്യാനിച്ചു പോകുമ്പോൾ ഞങ്ങൾക്കും അതുപോലെ ആകാനും ഞങ്ങളിൽ അതുപോലെ അങ്ങ് ഇടപെടാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മക്കളെയുടെ കുടുംബങ്ങളെയും അതിനായി സമർപ്പിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ സ്വഭാവം നമുക്ക് ഇതിനോടകം അതിശക്തവും വ്യക്തവുമായി മനസ്സിലാക്കി. എന്താണ്? നമ്മുടെ കൂടെ വസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇനി ഇവിടെ ഒരു വശം നമ്മൾ കാണുന്നത്, ദൈവം കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നവര് ആരായിരിക്കും? അല്ലെങ്കിൽ ദൈവത്തെ ചേർത്ത് പിടിക്കാൻ ആർക്കാ പറ്റുക? എളിമയുള്ളവർക്ക്. അതുകൊണ്ട് ദൈവം വിളിക്കുന്നവരെ നോക്കിക്കോ, വലിയ കഴിവില്ല, അഹങ്കാരമില്ല, അല്ലെങ്കിൽ വാശയില്ല, വഴക്കില്ല, അല്ലെങ്കിൽ ഞാനെന്ന ഭാവമില്ല. അങ്ങനെ എളിമ ഉള്ളവരെയും നിസ്സാരരെയുമാണ് ദൈവം വിളിക്കുന്നത്. നമ്മളിന്ന് ചിന്തിക്കുന്ന എല്ലാവരും അങ്ങനെയാണ്. പ്രവാചകന്മാരെ എടുത്തു നോക്കിയോ, അവരെല്ലാവരും തങ്ങളുടെ കഴിവില്ലായ്മ, നിസ്സഹായത പറഞ്ഞവരാണ്. അതിൽ അഗ്രഗണ്യനായ ഒരു പ്രവാചകനാണ് ജെറമ്യാ പ്രവാചകൻ. നമുക്കറിയാം, ജെറമ്യാ പ്രവാചകനെ കർത്താവ് വിളിക്കുമ്പോ ജെറമ്യാ എന്താ പറയാ? കർത്താവേ, ഞാൻ കേവല ബാലനാണ്, സംസാര പാഠം എനിക്കില്ല. അപ്പൊ എന്താ പറഞ്ഞ ദൈവം? എടാ മോനെ ജെറമ്യാ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ ഞാൻ അറിഞ്ഞു, ഞാൻ തിരഞ്ഞെടുത്തു, വിശുദ്ധീകരിച്ചു. ദൈവം പറയാ, നീ പോ, തകിടമറുക്കി നശിപ്പിക്കി തകർത്തുകളാ, നട്ടു വളർത്ത്, നീ പണിതുയർത്ത്, ഞാൻ നിന്നെ അയക്കാണ്. എത്രയോ നിയോഗങ്ങള് ഈ ജെറമ്യായെ ഏൽപ്പിക്കുമ്പോ ജെറമ്യ പിൻവലിയുകയാണ്. ദൈവം പറയാ, എടാ ഞാനാ പറയുന്നേ, നീ പോ. അവസാന ജാഗ്രതാ വൃക്ഷത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ ഹിതം നിറവേറ്റാൻ, എന്റെ വചനം ഫലം പുറപ്പെടുവിക്കാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തന്റെ പദ്ധതിയും തന്റെ പ്രവൃത്തികളും ഒക്കെ ഉറപ്പിച്ചു കൊടുത്തു. അതിനുശേഷം ഈ ജെറമ്യയുടെ കർത്താവ് പറയാ, അവർ നിനക്കെതിരെ യുദ്ധത്തിന് വരും, നിനക്ക് പ്രശ്നം വരും, യുദ്ധങ്ങൾ വരും, എല്ലാവരും എതിർക്കും, നശിപ്പിക്കാൻ ശ്രമിക്കും. നമുക്കറിയാം, ജെറമ്യായുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ പീഡിപ്പിക്കപ്പെടുന്ന, പൊട്ടക്കെട്ടിൽ വലിച്ചെറിയപ്പെടുന്ന, പലവട്ടം കൊല്ലാൻ ശ്രമിക്കുന്ന, എല്ലാവരും പഴിക്കുന്ന, എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന, എല്ലാവരും തിരസ്കരിക്കപ്പെടുന്ന ഒത്തിരിയേറെ കഷ്ടപ്പാടുകളും എതിർപ്പുകളും യുദ്ധങ്ങളെന്ന പോലെ വന്നു. പക്ഷെ അവിടെ കർത്താവ് പറയാ, എന്നാൽ ഞാൻ നിന്നെ അവർക്കെതിരെ അപ്രതിരോധ്യമായ നഗരം, ജെറമ്യ 1:18 കർത്താവ് പറയാ, ഞാൻ നിന്നെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പ് തൂണും പിച്ചള മതിലുമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. അവർ നിനക്കെതിരെ യുദ്ധത്തിന് വരും, എന്നാൽ ജയിക്കത്തില്ല. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ഒരു ഉറപ്പില് ജെറമ്യായെ എപ്പോഴും കർത്താവ് ബലപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും കർത്താവ് എന്താ പറയുന്നത്? ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. നമ്മളോടും എന്താ പറഞ്ഞേ? ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കർത്താവിന്റെ കൂടെയുള്ള സാന്നിധ്യം എത്രമാത്രം നമുക്ക് നമ്മുടെ കൂടെ നിർത്താൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ കണ്ടു പല സംഭവങ്ങള്. പാപം ചെയ്തപ്പോ, അകൃത്യം ചെയ്തപ്പോ, വചനം ലംഘിച്ചപ്പോ, ദൈവത്തോട് ചേർന്ന് നിൽക്കാതിരുന്നപ്പോ ആ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ അനേക മക്കള്. നമ്മൾ ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോ ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ പല പല പ്രശ്നങ്ങളൊക്കെ നമ്മൾ സമർപ്പിച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോ ഒറ്റ പരിഹാരമുള്ളൂ മക്കളെ, ഒറ്റ പരിഹാരമുള്ളൂ. എന്താണ്? കർത്താവിന്റെ സാന്നിധ്യം. അതുണ്ടെങ്കിൽ കണ്ടില്ലേ, എത്രയോ മക്കളെ കണ്ടുകൊണ്ടിരിക്കുക നമ്മള്. അവരിലൂടെ ഇടപെട്ട കർത്താവ്, ആ കർത്താവ് തന്നെയാണ് നമ്മുടെ കർത്താവ്. ഇന്നലെയും ഇന്നും എന്നും
ഒരേ ആൾ തന്നെ ആ കർത്താവിനെ കൂടെ നിർത്താൻ, കർത്താവിനെ ചേർത്ത് പിടിക്കാൻ നമുക്കും ഇടയാകട്ടെ. യെരമ്യായുടെ അനുഭവം ഒന്ന് ധ്യാനിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ദൈവമക്കളിൽ കർത്താവ് ചെയ്ത വലിയ അത്ഭുതമാണ് സാന്നിധ്യം നൽകി അവരുടെ എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ട അഭിഷേകവും ശക്തിയും സംരക്ഷണവും എല്ലാം നൽകി അവരെ നയിച്ച കർത്താവിന്റെ സർവാധിപത്യ ശക്തമായ സാന്നിധ്യം അത് വളരെ വലുതാണ് മക്കളെ. നമുക്കും അത് ലഭിക്കാനിടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ ദിവ്യകാര സന്നിധിയില് ഈ വലിയ കൃപയ്ക്ക് വേണ്ടി, ഈ വലിയ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, എല്ലാ മേഖലകൾക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാൻ വെച്ച് നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മക്കളെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ബലഹീനതയിൽ ഞങ്ങളെ ബലപ്പെടുത്തുന്ന കർത്താവാണ് അവിടുന്ന്. നിരാശപ്പെടാതെ, തകർന്നു പോകാതെ, തോൽപ്പിക്കപ്പെടാതെ ഞങ്ങളെ കാത്തു സംരക്ഷിക്കുന്ന കർത്താവാണ് അവിടുന്ന്. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭയം, ഉത്കണ്ഠ, നിരാശ, പരാജയഭീതി, പരാജയപ്പെട്ട് കിടക്കുന്ന അവസ്ഥകൾ, ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുന്ന അവസ്ഥകൾ, രോഗങ്ങളാൽ വേദനിപ്പിക്കപ്പെടുന്ന അവസ്ഥകൾ, കർത്താവേ, ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധികൾ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ച ദൗത്യമുണ്ട്. കുടുംബ ജീവിതത്തില്, പൗരോഹിത്യത്തില്, സാമ്പത്തിക മേഖലയില്, ആത്മീയ ജീവിതത്തില് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ഈശോയെ, ഞങ്ങളുടെ കഴിവ് കൊണ്ടോ, ഞങ്ങളുടെ ശക്തി കൊണ്ടോ, ഞങ്ങളുടെ ആഗ്രഹം കൊണ്ടോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ലോകം, ജഡം, പിശാച്, ശത്രുക്കൾ ഞങ്ങളെ നിരന്തരം ആക്രമിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണം. അങ്ങ് യെരമ്യായോട് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പ് തൂണും പിച്ചള മധുരമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ ഉറപ്പിക്കണം, ഞങ്ങളുടെ മക്കളെ ഉറപ്പിക്കണം, ഞങ്ങളുടെ കുടുംബങ്ങളെ ഉറപ്പിക്കണം. അങ്ങ് പറഞ്ഞില്ലേ, അവർ യുദ്ധത്തിന് വരും, ജയിക്കത്തില്ല. ഈശോയെ, ഞങ്ങൾക്കെതിരെ ഒരു ശത്രുവും ജയിക്കാൻ പാടില്ല. ആഭിചാര്യം, അന്തർവാദം, കൂടോത്രം, പിശാചിക ശക്തികൾ, നാശമാഗ്രഹിക്കുന്ന പരാജയം, ഒത്തിരിയേറെ തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ, ഈശോയെ, ആരും ജയിക്കരുത്, ആരും ജയിക്കരുത്. അതിന് കാരണം പറഞ്ഞില്ലേ, എന്നാൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കൂടെ അങ്ങുണ്ട്. ഞങ്ങളുടെ കൂടെ നിന്ന് യുദ്ധം ജയിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഞങ്ങളെ ജയിപ്പിക്കണമേ. ഞങ്ങളെ കർത്താവേ, അപ്രതിരോധ്യമായ നഗരം, ഇരുമ്പ് തൂണ്, പിച്ചള മതിലായിട്ട് ഉറപ്പിക്കണം. അങ്ങയുടെ സാന്നിധ്യത്തിൽ, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണം. അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണം. അങ്ങ് കൂടെയുള്ളപ്പോൾ ഒന്നിനും ഞങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കത്തില്ല. കർത്താവേ, യെരമ്യായെ പോലെ, പ്രവാചകന്മാരെ പോലെ അങ്ങയെ വിളിച്ച് വേർതിരിച്ച എല്ലാ മക്കളുടെയും കൂടെ അങ്ങ് ഉണ്ടായിരുന്നത് പോലെ അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയോട് വിശ്വസ്തത പുലർത്തി അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയാകട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ ആരാധനയിലെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മക്കളെല്ലാവരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇന്നത്തെ ഈ തിരുവചനത്തിന്റെ അഭിഷേക ശക്തി നിറച്ച് ആ സാന്നിധ്യം അനുഭവിച്ചറിയത്തക്ക വിധത്തില് അങ്ങയുടെ ശക്തമായ ഇടപെടലുകൾ ഈ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മക്കളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങള് തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കളെല്ലാവരെയും, ഇവരുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും ആപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകീശോയേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.